എങ്ങനെയുണ്ടടാ? കൊള്ളാം. ആദ്യമായിട്ടല്ലേ കഴിക്കുന്ന ഈ ചോറ്? ഇത് ബീഫ് കറി, ഇത് തേങ്ങാച്ചോറ്. അയ്യോ ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. പഴം തൊലിച്ച പോലെ അണ്ണന്റെ ഉടുപ്പ്. ഈദ് മുബാറക് മുത്തുമണീസ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമ്മുടെ ബലിപെരുന്നാൾ ആശംസകൾ. പൊന്നൂസിനെ, മോൻകുട്ടനെയും അണ്ണൻ്റെയും എൻ്റെയും വക. അപ്പോൾ മോൻകുട്ടനും പൊന്നൂസും നല്ല ഉറക്കമാണ്. അണ്ണൻ്റെ കുളിക്കാൻ കയറി, ഞാൻ കുളിച്ച് വന്ന് നിൽക്കുവാണ്. പെരുന്നാൾ ഉടുപ്പും കാര്യവും എല്ലാം മൈലാഞ്ചി ഇട്ട് കാണിക്കണ്ടേ, മൈലാഞ്ചി ഇട്ട് ചരിഞ്ഞു പോയെന്ന് അണ്ണൻ പറയുന്നത്. കണ്ടോ, ഇത് കണ്ടോ. പൊന്നൂസിനും മോനൂട്ടനും ഞാൻ ഇവിടെ ഒരു ചന്ദ്രക്കലയൊക്കെ വരച്ചു കൊടുത്തേ, കാണിച്ചു കുളമായി. അപ്പം ഞാൻ കുളിച്ചിട്ട് ചൂടുവെള്ളം വെച്ചു, അണ്ണനെ വിളിച്ചു. രാവിലെ നല്ല തണുപ്പാട്ടോ, അതുകൊണ്ട് പച്ചവെള്ളത്തിൽ കുളിക്കുന്ന കാര്യം നടക്കില്ല. അപ്പോൾ ഇനി പൊന്നൂനും മോനൂട്ടനെയും കുളിപ്പിക്കാൻ വെള്ളം വെക്കണം. പൊന്നൂസിനെ മോണ്ടനെ വിളിക്കാത്ത എന്താന്ന് വെച്ചാൽ മോനൂട്ടൻ മുണ്ടൊക്കെ ഉടുത്ത് പള്ളിയിൽ പോകാൻ ഭയങ്കര ആഗ്രഹിച്ച് ഇരിക്കുക. എല്ലാ വർഷവും അത്തച്ചിയും മോനും കൂടെ അല്ലേ പോകുന്നത്. അപ്പം ഈ വട്ടം ഞാൻ ഇപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ അമ്മ കാറിൻ്റെ വീട്ടിൽ കളിക്കാൻ കൊണ്ടാക്കുമോ. അപ്പം നമുക്ക് ഇന്നലെ അവധിയായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി കളിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനും അണ്ണനും കൂടി, അണ്ണൻ ഉച്ചയ്ക്ക് പുതിയ വീട്ടിൽ ജോലിക്കാരെ നോക്കാൻ പോയപ്പോഴത്തേക്കും അവരെ കൊണ്ടാക്കി. എന്നിട്ട് ഞാനും അണ്ണനും കൂടി രാത്രി പോയി വിളിച്ചോണ്ട് വന്നു, ജോലിയും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറമുള്ള പിള്ളേരുടെയൊക്കെ കൂടെ തൊട്ട് താഴെ തോടുണ്ട്, തോട്ടിൽ പോയി കളിച്ച് വൈകിട്ട് വിളിച്ചോണ്ട് വന്നപ്പോൾ മോനോട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ. അപ്പോഴേ അണ്ണനങ്ങ് ദേഷ്യം തുടങ്ങി. ഇന്നാളേക്ക് ഇതുപോലെ അല്ലായിരുന്നോ, പനി പിടിച്ച് എത്ര ദിവസം ആശുപത്രിയും വീടുമായിട്ട് കിടന്ന് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ചുമയുടെ ഇത് മരുന്നൊക്കെ കൊടുത്ത് രാത്രി ഇത് ചൂടുവെള്ളത്തിലെ മേലൊക്കെ തുടച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനെ വിളിക്കേണ്ട. കാരണം ഇന്ന് പിന്നെ വേറൊരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് തവി എടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീടിൻ്റെ ഫ്രണ്ടിലത്തെ മതിലും പിന്നെ സൈഡിലത്തെ മതിലും ഒക്കെ ഇന്ന് കെട്ടക്കമാണ് കേട്ടോ. അപ്പം ഇന്ന് പെരുന്നാളാണെങ്കിലും മേശരിമാരൊക്കെ വരും. അപ്പം അണ്ണൻ അപ്പോൾ അണ്ണനാണെങ്കിൽ നമസ്കരിച്ചിട്ട് നേരെ അങ്ങ് പോകും കേട്ടോ. പോയി ചരട് പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാനം എടുക്കുന്ന സമയം, വാനം എടുത്ത് പകുതി ആകുമ്പം വരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ ഷാദാൻ്റെ വീട്ടിലാണ്, അണ്ണൻ്റെ കുടുംബത്ത് മേലെ വീട്ടിലാണ്. അപ്പം എൻ്റെ അമ്മായും വിളിച്ചിട്ടുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ഇനി അതിന് വേണ്ടി വെക്കണ്ട, അല്ലെങ്കിൽ അമ്മ പെരുന്നാളിന് ഞങ്ങളുടെ കൂടെ ഇവിടെ അല്ലേ. അപ്പം ഞാൻ രാവിലെ അപ്പം ഇറച്ചിക്കറി താണ്ടെ കാണിച്ചു തരാമേ. ബീഫ് കറി ഞാൻ രാത്രിയെ വെച്ചു. എൻ്റെ അമ്മായും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഇവിടെ രാത്രി തന്നെ കറി അങ്ങ് വെച്ച് വെക്കും കേട്ടോ. അപ്പം നമുക്ക് വെളുപ്പിന് ഈ പള്ളിയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇവർക്ക് കാപ്പി കൊടുക്കാൻ പറ്റും. അങ്ങനെ വേണ്ട ബീഫ് കറി വെച്ചു. നല്ല വറ്റിച്ചെടുത്തു. നമ്മുടെ അവിടെ നിന്ന് വാങ്ങിച്ച ഇറച്ചി ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്തു കേട്ടോ. കാണിക്കാം. അയ്യോ ഇപ്പം ചാറൊട്ടും ഇല്ലാത്ത അവസ്ഥയായിപ്പോയല്ലോ. ബാ അണ്ണ എന്നോട് പറ്റിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് നല്ല വേണമെന്നില്ല, നല്ല അങ്ങ് പറ്റി. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അണ്ണൻ അവിടെ ഇടയ്ക്ക് പോവും. ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ എന്നെ വിളിക്ക്, ഞാൻ അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് ഓടി വരാം. വന്നിട്ട് അണ്ണൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ അണ്ണൻ്റെ പെങ്ങളൊക്കെ രാത്രിയായിരിക്കും ചിലപ്പോൾ വരുന്നത്. അവർ അവിടെ പോത്തിനെയൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയെ വരുമെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, അണ്ണൻ പറഞ്ഞു. അപ്പം നമ്മൾ മാത്രമേ കാണൂ. പിന്നെ കഴിഞ്ഞ നമ്മുടെ നോമ്പ് പെരുന്നാളിന് എല്ലാവരും ഇവിടെ ആയിരുന്നല്ലോ. അപ്പം ഉച്ചയ്ക്ക് എൻ്റെ അടുക്കള ഫ്രീ ആണ്. എനിക്ക് വലിയ ജോലിയും പാടത്തില്ല, ഒരുങ്ങി അങ്ങ് പോയാൽ മതി. ചുരിദാറും കമ്മലും എല്ലാം എടുത്ത് സെറ്റാക്കി മൈലാഞ്ചിയൊക്കെ ഇട്ട് വന്നപ്പോൾ കണ്ട ഇവിടെ ഒരു ഗുരു. ഓ അത് വല്ലാത്ത ഇതാ. എന്തെങ്കിലും വിശേഷത്തിന് ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും റീൽസ് എടുക്കണം, അതെടുക്കണം, എങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് ഇതേ അവിടെ ഇവിടെയൊക്കെ ഗുരുവായിരിക്കും. എനിക്ക് അതങ്ങനെ 2 മതി. ഉള്ളെല്ലാം കൂടെ ചുട്ടുപോയാലേ, കാരണം രാവിലെ ഈ സമയത്ത് അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല. ഇറച്ചിക്കറിയും ചൂടാവട്ടെ. അണ്ണൻ്റെ കുളിക്കുന്നതിന് പൊന്നൂനും മുണ്ടനോട് ഇച്ചിരി വെള്ളം വയ്ക്കാം. ഞാൻ അതുകൊണ്ട് പറഞ്ഞ അവരെ തിരിച്ച് വന്നതിന് ശേഷം വിളിച്ചാൽ മതിയെന്ന്. നമുക്ക് ഹാളിലോട്ട് പോവാം. അണ്ണൻ ഒരുങ്ങുകയാണ് ഫ്രണ്ട്സ്. അണ്ണൻ പറയുക, കഴിഞ്ഞ ഞാൻ ഇത്
പിന്നെ നമ്മുടെ പെരുന്നാൾ ഷോപ്പിങ്ങിന്റെ ഷോർട്ട് ഇട്ടായിരുന്നല്ലോ, അത് ആൾക്കാരെ കമന്റ് ഇട്ടെന്ന് അണ്ണന്റെ വീട്ടിൽ പഴുപ്പിക്കാൻ വെച്ചേക്കുന്ന പഴം പോലത്തെ കളറായി ഷർട്ടിനെന്ന്. എനിക്ക് ഈ എന്റെ പൊന്നസിന്റെ ചുരിദാറിന് ചേരുന്ന കളറ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചുരിദാറിനകത്തൊരു ബ്ലാക്ക് വരുന്നുണ്ട്, പക്ഷെ ഈ ഷർട്ടിനകത്തൊരു ബ്ലാക്ക് വരുന്നില്ല. ഇത് പക്ഷേ ഈ കല്യാണങ്ങൾക്കൊക്കെ ഇടുന്ന എന്തുവാണ് ഈ തുണിയുടെ പേര്? സിൽക്കോ? അതല്ല, ഇത് കല്യാണത്തിനൊക്കെ എല്ലാവരും ഇടും. പിന്നെ ഓണത്തിന് ഇതിന്റെ മുണ്ടിന്റെ കൂടെ ഇട്ട അടിപൊളിയായിരിക്കും. കുഴപ്പമില്ല, ഒരു വെറൈറ്റി. എപ്പോഴും ട്രെൻഡ്സിലും അവിടെ ഇവിടെയൊക്കെ പോയുള്ള ഷർട്ടില്ലേ, അങ്ങനത്തെ ലുക്കല്ലേ. ഇത് വേറൊരു ലുക്ക്. അതെന്തിനാ അവിടെ വിരിച്ചിടുന്നേ? ദൂരെ കള. പിന്നല്ല ഇങ്ങടി വേഗം ഒരുങ്ങ. ഷിണ്ടറാ മുണ്ട് ഉടക്കരുത്, പന്നലാക്കരുത്. ഇന്നലെ 1/2 മണിക്കൂർ തേച്ചതാ. ഫോട്ടോ എടുക്കാൻ നേരം അടിപൊളിയായിട്ട് വരണമെന്ന്. അണ്ണ അപ്പൊ വീട്ടിൽ പോകുമ്പം മുണ്ടെടുത്തോണ്ടാണ് പോകുന്നത് പുതിയ വീട്ടിൽ. പിന്നെ എന്നിട്ട് തിരിച്ചു വരുമല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. കൊള്ളാണ്, അടിപൊളി. ആര് പറഞ്ഞേ? പഴം പോലെന്ന് വെച്ചാൽ അവര് പഴമാന്നായിരിക്കും പറഞ്ഞത്. ഇപ്പൊ നല്ല സുന്ദരനായി. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടിപൊളിയല്ലേ അണ്ണൻ? സ്ലോ മോഷനിൽ നടന്നു വാ, എല്ലാരും കാണിക്കട്ടെ. ഇതിപ്പം വേണ്ടേ, നേരത്തെയാ നമ്മള്. അടിപൊളി അടിപൊളി. സ്പ്രേ ഒക്കെ അടിച്ച് നല്ല മണപ്പിച്ചോണ്ട് പോകും. സ്കൂട്ടി പോലെങ്കിൽ വണ്ടി വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാ തൊപ്പി ഇതുവാ. ഇനിയും തേക്കണമുണ്ട്. അയ്യോ, അത് ഇച്ചിരി നനഞ്ഞിരിക്കുവാ, അടുക്കള കൊണ്ട് വെച്ചേക്കുവാ. ഇല്ല, കിങ് ഒന്നും കയറിയില്ല. വലൈക്കും സ്ലാം. ആ പണ്ണ പോവാണ് ഫ്രണ്ട്സ്. ചെരുപ്പിട്. ആ ഫോൺ അന്നേരം നിസ്കരിക്കാൻ നേരം ഡിക്കി വെച്ചിട്ട് പോവോ സ്കൂട്ടിയുടെ? ആ, അല്ലെങ്കിൽ അത് കുനിയുമ്പം താഴെ വീണ പൊട്ടും. ഇനി പൊട്ടാനൊന്നുമില്ല. കണ്ട കാർ ഇന്നലെ രാത്രി കഴിയും ഫ്രണ്ട്സ്, പെരുന്നാളായോണ്ട്. ഓരോ വിറ്റികൾ. രാത്രി സമയം. പോയിട്ടോ. ടാറ്റാ. അന്നം പോകുന്നു. നമുക്കും ഇനി റെസ്റ്റിംഗ് ടൈം. ഞാൻ കിടക്കട്ടെ. ഇച്ചിരി നേരം തന്നെ ഇവിടെ പെരുന്നാൾ നമസ്കാരം കഴിയുന്നവരെ. അത് കഴിയുമ്പോൾ അണ്ണം വരും. ഞാനിവിടെ കിടക്കുന്നത് സിറ്റിയിലോട്ട് ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ കേട്ടോ. അതാണ്ട് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കും. അപ്പോൾ അണ്ണൻ വരും. അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് അണ്ണൻ അങ്ങ് നേരെ പാൻറ്റും ടീഷർട്ടും കൊണ്ട് അവിടെ എടുത്തിട്ടിട്ടുണ്ട്. അത് വിട്ട് വേറെ ഇട്ടുകൊണ്ടാ പണിസ്ഥലത്ത് പോകുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇനിയും ഒന്നും കൂടെ ഞാൻ തേച്ചിടണം. മുണ്ട് പഴയതാട്ടോ. അങ്ങനെ എപ്പോഴും മുണ്ടെടുക്കത്തില്ല. ഈ അണ്ണനെ അങ്ങനെ മുണ്ടെടുത്ത് നടക്കാൻ പാടാട്ടോ. അങ്ങനെ ശീലമില്ലാത്തതുണ്ട്. പക്ഷെ എൻ്റെ അത്താക്കൊക്കെ എപ്പോഴും മുണ്ടാണ് ഇഷ്ടംപോലെ മുണ്ടാണ് അത്താക്കി. പാൻ്റൊക്കെ എണ്ണി പറക്കിയാലേ ഉള്ളൂ. പക്ഷെ സാധാരണ അയ്യോ ഇങ്ങനെ എന്തെങ്കിലും വിശേഷത്തിന് വല്ല മുണ്ട് വല്ല എടുത്താലും അത് പിന്നെ അത്ത ലീവിന് വരുമ്പോൾ ഞാൻ അത്താക്കി കൊടുക്കും കേട്ടോ. ഇത് കൊടുക്കത്തൊന്നുമില്ല. അപ്പം ഞാൻ ചേരാം ഇവിടെ കിടക്കട്ടെ. എനിക്ക് ഉറക്കം ശരിയായില്ല. ഇന്നലെ രാത്രി താമസിച്ചല്ലേ ഉറങ്ങിയത്. പിന്നെ കാണാം. ഇതേ മുത്തുമണി ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ണൻ്റെ മുണ്ട് ഒന്നും കൂടെ തേച്ച്, അത് മോനക്കുട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒരു നാളെ സാധനമൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ ചുരിദാറ്, പൊന്നൂൻ്റെ ചുരിദാർ ദേണ്ട അടി കിടക്കുന്നത്. അപ്പോൾ 2 പേരെ ഞാൻ കുളിപ്പിക്കാൻ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുളിച്ചിട്ട് ഒരുങ്ങിയിട്ട് കാണിക്കാം. അതല്ലേ അതിൻ്റെ ഒരു അത്. അപ്പോൾ അതാണ് ഞാൻ കമ്മൽ മേടിച്ചത്. ഇത് ഇന്നലെ പോയി മേടിച്ചതാണ്. പൊന്നൂന് സ്ലൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പുതിയതാട്ടോ. അപ്പം ഞാൻ പിന്നെ കുഞ്ഞൊരു ചോക്ലേറ്റ് ടൈപ്പിലുള്ളൊരു മാല എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട എൻ്റെ ഈ മാലയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്കാണ്. തോന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും
ഇതുള്ളപ്പോൾ പല വട്ടമായിട്ടൊക്കെ മേടിച്ചത് ഒത്തിരി വർഷം പഴക്കമുള്ള സാധനങ്ങളാട്ടോ. ഞാൻ ഒരിക്കൽ ഷോർട്ടിൽ കാണിച്ചിട്ടില്ലേ. അപ്പം ഇത് പൊന്നൂനാണ് മാല. അപ്പം ഞാൻ ഇനി ഒരുങ്ങിയിട്ട് കാണിക്കാം മുത്തുമണീസ്. ഇപ്പം വരാം മുത്തുമണീസ്. അപ്പം ദേ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി. പക്ഷെ അണ്ണൻ വന്നില്ല ഇതുവരെ. ദേ എൻ്റെ ചക്കരയും ഒരുങ്ങി നിൽക്കും മോനക്കുട്ടാ. ഇത് ഭയങ്കര നാണമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ദേ പൊന്നൂസിനെ മുടിയൊക്കെ ദേ ഇങ്ങോട്ടൊക്കെ പുതിയ മോഡലിൽ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റാക്കി. പക്ഷേ ഞാനും പൊന്നൂസും തുണി എടുത്തപ്പോൾ അത്ര രസമില്ലായിരുന്നു. പക്ഷെ തയ്ച്ചപ്പോൾ രസമുണ്ട്. പൊന്നൂസ് അവനെ പിടിച്ച് നിർത്തും. പക്ഷെ അവന് നാണമാണ്. എന്താ ചെയ്യാനാ. അപ്പം ഇനി അണ്ണനും കൂടെ വന്ന് ഈ മുണ്ടും ഷർട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം. നമുക്ക് എപ്പോഴും ഫോട്ടോ എടുക്കുന്ന അനിയന്മാരില്ലേ, അവരെ വിളിച്ചിട്ടുണ്ടേ. അപ്പം അവർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ 2 ഫോട്ടോ ഇപ്പം അപ്പൊ അവരെ വിളിച്ച് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മളങ്ങ് നേരെ കാര്യറിയ പോവാണ്. എൻ്റെ കൂടെ നിൽക്കും മോനൂട്ടാ. ഒന്ന് മുടി ചെയ്യട്ടോ. എനിക്കാണെങ്കിൽ ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ എനിക്കില്ലാണ്ട്. ഞാൻ മോനൂട്ടൻ അമ്മ മൈലാഞ്ചി ഇട്ട് കൊടുത്ത കാണിച്ചേ. ഇതാണ്ട് കണ്ടോ, ഞാൻ ഒരു ചന്ദ്രക്കലയുണ്ട് പാസ്സാക്കി. പൊന്നൂന്റെ ചന്ദ്രക്കല കാണിക്ക്. ആ അടിപൊളി ചന്ദ്രക്കല. ഞാൻ വിചാരിച്ച അമ്മ ഇത് സ്വന്തമായിട്ട് വരയ്ക്കുന്നതാണ്. ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഇത് വരയ്ക്കുന്ന ഒരു വീഡിയോ. എന്നിട്ടും അത് സെറ്റ് ആയില്ല. ഇതൊക്കെ അച്ചു വെച്ചിട്ടതാട്ടോ. എന്തായാലും കൊള്ളാം. അപ്പൊ ഞാൻ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്യട്ടെ. എന്റെ നേരത്തെ ചെറിയ പെരുന്നാളിന് എന്റെ കുളമായി ഗൈസ്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് അച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അമ്മ ഇവിടെ ഡെക്കറേഷൻ ചെയ്തു. അതൊക്കെ എനിക്ക് പറ്റും. അപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇവിടോട്ട് ഇറങ്ങിയിരിക്കാം. അണ്ണൻ വന്ന് ഇത് ഇടണം. പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി ലൈറ്റ് വെച്ചത്. അതൊക്കെ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ വലിയ പെരുന്നാളിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് ഈ 4 പേരും ഒരേ കളർ ഡ്രസ്സാണ്. അതെ അണ്ണൻ വേറെ ടീഷർട്ടൊക്കെ ഇട്ടുണ്ടോ പോയത്. പുതിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. അത്താടെ ടീഷർട്ട് ഇത് മോനുട്ടന്റെ 2 പേർക്കും മുണ്ടാണ്. ഞങ്ങളുടെ 2 പേരുടെയും സെയിം ആണ്. പറഞ്ഞ് നാക്കെടുത്ത് വായിക്കകത്തോട്ടിട്ടതേ ഉള്ളൂ. അതിന് മുമ്പ് വന്നു. ഹായ് ഗൈസ്. പുതിയ ഷൂ ആണോടാ? ഓ ഇത് മറ്റേ ഇല്ല ചെരുപ്പ്. ആ കണ്ടപ്പം ദൂരെ നിന്നിട്ട് ഷൂ പോലെ കണ്ട. അവളെ ഒരുങ്ങിയത് എങ്ങനെയുണ്ട്? ഞാനാണ് മേക്കപ്പ് മാനി. ഇപ്പം വരും. നീ ഇതൊന്നും എടുത്ത് അകത്തോട്ട് വെക്കണ്ട. നമ്മൾ പോവില്ലേ, അവിടെ തന്നെ വെച്ചോളൂ. ആ ബാ കേറി വാ. ഇന്ന് ഞങ്ങൾ മുണ്ടാണ്. ഞങ്ങൾ മുണ്ടെടുത്തു കഴിഞ്ഞാൽ ഗമയാ. ആ ആറ്റിറ്റ്യൂഡ് എന്തുവാണോ ആവ. ഇന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നിൽക്കുക. ഞാൻ ഇന്നലെ വരച്ചു കൊടുത്ത സ്റ്റാറാ. കേറി ബാ. അങ്ങനെ അമ്മ ഫോട്ടോ ചേട്ടന്മാര് വന്നിട്ട് ജ്യൂസ് എടുക്കാണേ. സാധാരണ എല്ലാ വട്ടം വരുമ്പോൾ അമ്മ ഇവിടുന്ന ചോറ് കഴിക്കുന്നേ. കാര്യത്തെ വിളിച്ചോണ്ട് പോവാൻ നമുക്ക്. ലുലുവിന്ന് വാങ്ങിച്ചതാ. കാര്യമായി വെള്ളം കിളക്കുണ്ട്. നല്ല തേങ്ങാ ചോറ്, മാങ്ങ ജ്യൂസ് വേണോ? ഫ്രിഡ്ജിൽ ഇരിക്കൊണ്ട് കുപ്പിയിൽ. അവരെയല്ലേ കുടിക്കുന്നൊന്നും എടുക്കണ്ട. നമ്മക്ക് നാണമില്ലേ, എന്നാലും എടുക്കാം. കൊള്ളാം. ഏത്? ഓ ഇനി ഇവളെ ഒരുക്കിക്കൊണ്ട് നടക്കലായിരിക്കും എന്റെ പണി. അണ്ണാ ഇപ്പൊ അവന്മാര് വെയിറ്റ് ചെയ്യുന്നു. ആ എന്ത് ചെയ്യാനാ, ഓനോട്ടൻ വിഷമം. ആണ്. ഞാൻ ടീഷർട്ട് ഇട്ടുണ്ട്. ഞാൻ മുണ്ട് ഒന്നും കൂടെ തേച്ചിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വന്നാ ഇടാ. ആ നില്ലിക്കോളൂ പൂത്തിക്കാരൻ. ഒരുങ്ങാനൊന്നും ഇല്ല. ആ മുണ്ടൊന്നും എടുത്ത് കൊടുത്താൽ മതി. ബാ പോവാണോ? ഞങ്ങൾ 5-6 ഫോട്ടോ എടുക്കട്ടെ. അതാണ്ട് ആകെ തണൽ കിട്ടിയൊരു സ്ഥലമാണ് ഫ്രണ്ട്സ്. നമ്മളിവിടെ വന്നപ്പോൾ ദേ അനിയന്മാരങ്ങ് പോയി കേട്ടോ. അമ്മമാർ ഇവിടെ നിൽക്കുമായിരുന്നു. അണ്ണന് തൊപ്പിയൊക്കെ ഒക്കത്തില്ല. മുണ്ടെടുത്ത ഞാൻ പറഞ്ഞു മുണ്ടാ. ആ വരാം. ആ ഇല്ല ഡ്രസ് കോഡ് പോലെ. എങ്ങനെ നിൽക്കണം? അങ്ങോട്ടൊന്നോ എങ്ങോട്ടെങ്കിലും നിന്നോളൂ. മോൾക്കുട്ടന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
മോനൂട്ടൻ, എന്റെ പേര് മോനൂട്ടൻ. കൈയൊന്നും കെട്ടണ്ട ആരും. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. പഴം തൊലിച്ച പോലെ ഉണ്ട്. പഴം തൊലിച്ച പോലെ അണ്ണന്റെ ഉടുപ്പ്. പഴം പഴിപ്പിക്കാൻ പറ്റത് പോലെ ഉണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നപ്പോ ചേരുന്നുണ്ട്. ആ ടച്ചപ്പം ഞങ്ങളുടെ വീഡിയോയില് കാണുമ്പോ നേരിട്ടാണ് അടിപൊളി. നല്ല പൊന്നൂസിന് അടിപൊളിയായിട്ട് ചേരുന്നത്. പൊന്നു നിന്നെ മാത്രം അത്ത പറയുന്നത്, എനിക്കത് വിഷമമുണ്ട്. ആ നിന്നോ, എവിടെയെങ്കിലും ഒക്കെ നിക്കണേ തരാം. ഇത് വല്ലാത്ത പോസ്. മോനോട്ടിന് ഭയങ്കര വെളുപ്പോ, ഇച്ചിരി മേക്കപ്പ് ചെയ്തപ്പോ. നിക്കുന്നൊക്കെ എടുത്ത് പിടിച്ചോണ്ട്. ഓ ഇനി അടുത്തത് എടുത്തേറി എല്ലാത്തിനെയും. മതി 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 വാ, തീർന്ന്. പിന്നെ പപ്പടം പൊരിക്കട്ടെ. പായസം വെച്ചു. അമ്മ പായസം വെച്ചു. ഇതെന്താ നോക്കട്ടെ. പരിപ്പ് കറി. അമ്മ പറഞ്ഞേ പപ്പടം പൊരിച്ചു വെക്കാൻ. അമ്മയ്ക്ക് പല്ലുവേനയാണ്, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. സാലഡ്, ചാറ്, ഇത് ഇഞ്ചിക്കറി. ഇത് ഇന്നലെ വെച്ച ഇറച്ചിക്കറി കേട്ടോ. ഇത് സേമിയയുടെ ഇത്. ഇതെന്താ പിന്നെ? അയ്യോ ഇതും തേങ്ങാച്ചോറാ. ഇതൊന്നെടുത്ത് അങ്ങോട്ട് വയ്ക്കുവനോ? അങ്ങോട്ട് താഴോട്ട് വെച്ചേ. അങ്ങോട്ട്. പതുക്കെ. ഇത് ബീഫ് കറി. ഇത് തേങ്ങാച്ചോറ്. ചിക്കൻ വറുത്തത്. അമ്മ ചിക്കനൊക്കെ വറുത്ത് വെച്ച്. അപ്പം ഞാൻ വേഗം പപ്പടം പൊരിക്കാമേ. അവന്മാർക്കേ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വന്ന അനിയന്മാർക്ക് ചോറ് കൊടുക്കണ്ടേ. പൊള്ളിയാ നോക്കട്ടെ. പിടിപ്പന്നു. അമ്മ പപ്പടം പൊരിക്കട്ടെ. പിടിച്ചേ. ഇതാണ് നമ്മുടെ അത്തമ്മ വീട്. എൻ്റെ അമ്മയെ വിളിക്കാൻ പോയി സാധാരണ. അമ്മ അവിടെ ഒട്ടിങ്ങി നിൽക്കും കേട്ടോ. ഇരുന്നോ? എന്നിട്ട് ആദ്യമേ വിശപ്പാ. എല്ലാരും ഇരുന്നോ. വാ, ക്യാമറ ഒക്കെ നിന്നെ ഫോക്കസ് ചെയ്യുന്നു. അത്ത പള്ളി പോയിട്ട് വന്നിട്ട് കഴിക്കോ? പോന്നില്ലേ പള്ളി? വിളമ്പി തരട്ടെ. ചോറ് ആദ്യമായിട്ടായിരിക്കും. പരിപ്പ്, ചിക്കൻ, ഞങ്ങൾ എന്തെങ്കിലും വിശേഷം വന്നാൽ ബീഫേ വെക്കൂ. നീ ബീഫ് തിന്നത്തില്ല. നീ പരിപ്പ്, ചിക്കൻ ഫ്രൈ, പിന്നെ ചാറിനകത്ത് സത്തുണ്ട്. എല്ലാ സത്തും ഉണ്ട്. അമ്മ ഇഞ്ചി സാലഡ്. കഴിച്ചോ. എങ്ങനെയുണ്ടടാ? കൊള്ളാം. ആദ്യമായിട്ടല്ലേ കഴിക്കുന്ന ഈ ചോറ്? പണ്ടത്തെ സ്പെഷ്യലാണ് തേങ്ങാച്ചോറ്. എനിക്ക് ഇച്ചിരി വിളമ്പ്. നീ ഇഷ്ടം പോലെ വീഡിയോ എടുക്കാം. പായസം എടുത്തില്ല. പായസം പിന്നെ എടുക്കാമ്മ, കുഴപ്പമില്ല. വാ, ചോറിനിട്ട് എടുക്കാം. എനിക്ക് ഇച്ചിരി മതി അണ്ണ, കുറച്ച് മതി. സാലഡിന് സ്പൂൺ ഉണ്ടായിരുന്നല്ലോ. ആരെടുത്ത്? ഞാൻ ഓഫാക്കാൻ പോവുക. എന്റെ ചോറൊന്ന് കാണിച്ചോട്ടെ. സാധാരണ അമ്മ അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് വെക്കുന്നത്. എന്നെ ഇച്ചിരി വെള്ളം ചെറിയതായിട്ടായിപ്പ്. അങ്ങനെ എല്ലാവർക്കും വിളമ്പി. അമ്മായി എവിടെ നിന്ന് കഴിച്ചു, ഞാനും എവിടെ നിന്ന് കഴിച്ചു. ദേ മോനക്കൂട്ടം കഴിച്ചിട്ട് എണീറ്റ് പോകുന്നു. ദേ ഒരാളുടെ കയ്യോഹോ. അപ്പോൾ അണ്ണനും അവിടെ നിന്ന് കഴിച്ചിട്ട് ദേ ഒരു 10 മിനിറ്റ് കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് കിടന്നു കേട്ടോ. എന്നിട്ട് അണ്ണ ഓടി ഇപ്പോൾ പുതിയ വീട്ടിൽ അവിടെ പണിക്കാരുണ്ട്, അവരുടെ അടുത്തോട്ട് പോകും. ദേ പൊന്നൂസിൻ്റെ പണ്ടത്തെ തൊട്ടിലാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പോൾ പൊന്നും മോനുണ്ടെങ്കിൽ ദേ ഫോൺ എടുത്ത് വെച്ച് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത്താക്കി വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ തന്നെ ക്ഷീണിച്ചിരിക്കും അവൻ. ഇനി അമ്മായും കൂടെ ഉള്ളു കഴിക്കാൻ. ബാ
അയ്യോ മേട്ടുമ്പറ പള്ളിയുടെ അവിടെ ചോറ് കൊടുക്കുന്ന അല്ല ഇറച്ചി കൊടുക്കുന്നത്. ആ. അല്ല അവിടെ അറുത്തിട്ട് കാറപ്പള്ളിയിൽ അമ്മ ഇറച്ചി കൊടുക്കുന്നേ. ഗ്രൂപ്പിൽ മെസ്സേജ് വന്നായിരുന്നു. ആ, മേട്ടുംപുറത്ത് അറുത്ത് കാറപ്പള്ളി കൊണ്ടുവരും, നമ്മൾ കൂപ്പൺ കൊണ്ട് ഇറച്ചി മേടിക്കണം. അത് പോത്തിനെ അറുക്കുന്ന കാണാൻ വേണ്ടിയാ. ആ, പോത്തിനെ അറുക്കുന്ന കാണാനാ. പിന്നെ കുടലൊക്കെ എടുത്തോണ്ട് പോവും. ഐസ്ക്രീമിന് പൈസ വേണോന്ന്. അയ്യോ നാണം. പോ മേടിയിരി, എന്താണെന്ന് മേടിയിരി. പോ പോ. അയ്യോ അത് കേട്ടോ പൊന്നൂസ് ഓട്ടി വരുന്നു. എന്തുവാണോ അറിയത്തില്ല, എന്തുവാണോ കേക്കാത്താണ് അഭിനയിക്കുക. എല്ലാം കേട്ട്, അല്ലെങ്കിൽ ഓടി വരത്തില്ലല്ലോ. അയ്യോ മോനോട്ട്, അയ്യോ എന്തോ വേണം, എത്ര ഐസ്ക്രീം തിന്നാം. അയ്യോ പൊന്നൂസിനും മോണ്ടനും പൈസ കൊടുത്തിട്ട് ഒരു 500 രൂപ ചുരുട്ടി അമ്മ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഒന്ന് വെച്ചോളാണേ. എൻ്റെ അമ്മച്ചുമാണ് പണ്ട് കൊച്ചിലേ മുതലേ എനിക്കിങ്ങനെ പൈസ തരുന്നത്. അത്തത്തായും തരാറുണ്ടേ. പിന്നെ വളർന്നതിന് ശേഷം ഇപ്പോൾ പഠിച്ചും സഹായിച്ച് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഞാനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊരാൾ പൈസ തരുന്നത്. അപ്പോൾ അതേ പുതിയ വീടിന് അങ്ങോട്ട് പോകുമ്പോൾ മേട്ടുംപുറം പള്ളിയിൽ പോത്തിനെ അറുത്തിട്ട് വലിയ പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതേ വണ്ടി നിറച്ചിങ്ങനെ പോത്തിനെ അറുത്തേൻ്റെ ഇറച്ചിയും വേസ്റ്റും എല്ലാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക്. അപ്പം വീടിനതിലെ മതിലിൻ്റെ ആ പണിയൊക്കെ നടക്കല്ലേ, അപ്പം അതിലേ അങ്ങോട്ട് പോവാം. അണ്ണൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അവരവരുടെ ഇതിൻ്റെ പണിയായിരിക്കും. അണ്ണേ വരുന്നോ? ഫ്രണ്ടിലോട്ട് കയറ്. ഒറ്റമണി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് താണ്ടെ ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി. എൻ്റെ പൊന്നേ പുതുജീവൻ വീണതുപോലെയാണ്. ഒന്ന് വീട്ടിൽ വന്ന് കുളിക്കുമ്പം പിന്നെ പൊന്നൂസ് മോനൂട്ടനും എൻ്റെ അമ്മയുടെ കൂടെ കാറിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് അതേ ഓട്ടോയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവരങ്ങ് പോയി. അപ്പം അണ്ണൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഓട്ടോയിൽ വന്നത്. പിന്നെ ഇതാണ് നമുക്കിപ്പോൾ വീട് പണിയുടെ അത്യാവശ്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങും പോകാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പെരുന്നാൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ എന്നാലും സന്തോഷമുള്ളതുപോലെയൊക്കെ അങ്ങ് കടന്നുപോയി. അൽഹംദുലില്ലാഹ്. കണ്ടില്ലേ ചോറും കാര്യങ്ങളും എല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ട് അമ്മ ഓടി ഹോസ്പിറ്റലിൽ പോയി ഇവിടെ നീരടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പപ്പടമൊക്കെ പൊരിച്ച് എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞു പപ്പടം ഓടി കൊണ്ട് പൊരിക്കാം. പപ്പടമൊക്കെ പൊരിച്ച് ഫോട്ടോ എടുക്കാൻ വന്നവർ അവന്മാരെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ടേ. കാരണം എപ്പോഴും അവന്മാരെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം മാത്രമല്ല കൊടുത്തത്. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ അവർ വരുമോ ഇല്ലയോ എന്നായിരുന്നു. കൊട്ടാരക്കര വരെ പോകണം ചേച്ചി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിടിയാലും കൊണ്ടുപോയി കഴിപ്പിച്ചിട്ട് വിട്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് ഈ പെരുന്നാൾ ഇങ്ങനെ പോയി. അടുത്ത വലിയ പെരുന്നാൾ നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് ഭയങ്കര സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഇനി ഒന്ന് കിടക്കട്ടെ. ഞാൻ ഇനി കിടക്കും, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. ഞാൻ തളർന്ന് കുത്തി ക്ഷീണിച്ച് കിടക്കും. എവിടെയെങ്കിലും പോയി വെയിൽ കൊണ്ടിട്ട് വന്നാൽ എന്നെ തളർന്ന് കേട്ടോ, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പം ഇനി സന്ധ്യയൊക്കെ ആകുമ്പോഴേ അണ്ണം വരും. പൊന്നും കൊണ്ടനെ ഇന്ന് മിക്കവാറും വീട്ടിൽ കിടക്കുന്നത്. അപ്പം നാളെ വരും, നാളെ സൺഡേ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ടാറ്റാ.